സാർ, ഈ സജി ചെറിയാൻ പലപ്പോഴും CPM-നെ വല്ലാണ്ട് പ്രതിരോധത്തിലാക്കും. സജി ചെറിയാൻ വാ തുറക്കുമ്പോഴേ CPM-ന് ഇപ്പോൾ ഭയമാണ്. നിലവിൽ വീണ്ടും പാർട്ടിക്ക് ഇപ്പോൾ ഒരു പണി കിട്ടിയിട്ടിരിക്കുകയാണ്. 2019-ൽ ഡെങ്കിപ്പനി ചികിത്സ തേടിയത് ചെങ്ങന്നൂരിലെ സർക്കാർ ആശുപത്രിയിലായിരുന്നുവെന്നും മരിക്കുമെന്നായപ്പോൾ സർക്കാർ ആശുപത്രിയിൽ നിന്നും സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ വീട്ടുകാരോട് ആശുപത്രിക്കാർ ശുപാർശ ചെയ്തുമെന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സജി ചെറിയാൻ പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി അറിയാലോ, ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നുള്ള നിലപാടിൽ തന്നെയാണ് പ്രതിപക്ഷം ഉന്നയിച്ചിരിക്കുന്നത്. ഈ ഒരു അവസരത്തിൽ തന്നെ വേണമായിരുന്നോ സജി ചെറിയ എന്നുള്ളത് ചോദിച്ചു പോവുകയല്ലേ പാർട്ടി? ആരോഗ്യമന്ത്രി കാഷ്വാലിറ്റി കിടക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ചെറ്റത്തരം പറയുന്നതല്ലേ? സജി ചെറിയാനല്ലേ ഈ കുന്തവും കുടച്ചക്രവും ഒക്കെ കയ്യിലിരിക്കുന്ന ആളാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞത് ഇത് സത്യമായിട്ടുള്ള കാര്യമാണ്. പലപ്പോഴും അദ്ദേഹം പറയുന്നത് സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അത് പ്രതിരോധത്തിലാക്കുന്നത് LDF സർക്കാരിനെയാണെന്ന് മാത്രം. ഇപ്പം അദ്ദേഹം പറഞ്ഞത് കൃത്യമായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ അനുഭവമാണ്. സർക്കാർ ആശുപത്രിയുടെ ഒരു ചിത്രമാണ് അദ്ദേഹം തുറന്നു കാണിച്ചത്. മനഃപൂർവ്വമാണോ എന്നുള്ളതും അറിഞ്ഞുകൂടാ. പല കാര്യങ്ങളും സജി ചെറിയാനെ LDF ഈ പടിക്ക് പുറത്തേക്ക് നിർത്തുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. പിണറായിയുടെ അടുത്ത ആളാണ് കേട്ടോ സജി ചെറിയാൻ. ചെങ്ങന്നൂരിൽ അന്ന് പ്രളയം ഉണ്ടായപ്പോഴേ വിളിച്ചു പോയില്ലേ, ഒന്ന് ഞങ്ങളെ രക്ഷിക്കൂ, അല്ലെങ്കിൽ ഇവിടെ ഇത്ര പേരുടെ ജീവൻ പോകുമെന്നൊക്കെ. പിന്നീട് അത് CPM-ൽ നിന്ന് ശരിക്കും കിട്ടിയെന്നുള്ളതാണ്. അവിടെ ആരും രക്ഷിക്കാൻ വരുന്നില്ല, അത് വലിയ എല്ലാവരും അറിഞ്ഞതാണ്. ഇവിടെ ആരും രക്ഷിക്കാൻ വരുന്നില്ല, ഞങ്ങളെല്ലാം ചാവുകയാണ് എന്നൊക്കെ പറഞ്ഞുള്ള നാടകമൊക്കെ കളിച്ചത്. സജി ചെറിയാൻ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ അതുപോലെ ചെങ്ങന്നൂരിലൊരു ഇടത്തൊരു സരസ് മേള കഴിഞ്ഞിട്ടെങ്ങാണ്ട് ഒരു യോഗം, സരസ് മേളയാണോ കഴിഞ്ഞിട്ടൊരു യോഗം, ആ യോഗത്തിൽ ഏതോ ഒരു കുടുംബശ്രീ പ്രവർത്തകയ്ക്കോ പ്രൈസുണ്ട്. അവരെ പേര് വിളിച്ചപ്പം അവർ എത്താൻ വൈകുന്നു. അവരത് കേൾക്കാതിരിക്കുകയോ എന്തോ ചെയ്തെന്നുണ്ടോ. അപ്പോൾ അദ്ദേഹമാണ് സമ്മാനദാനം. തിരിഞ്ഞു നിന്ന് എന്തോ പറഞ്ഞു, അത് മൈക്കങ്ങ് എടുത്തു. ഈ മറ്റേ സ്ത്രീ എവിടെ പോയി എന്ന ഒരു വല്ലാത്തൊരു ആൻസർ പറയുകയുണ്ടായി. അത് മറ്റേ കുന്തം കുടച്ചക്രത്തിന് ശേഷം നടന്നതാണ്. കുന്തം കുടച്ചക്രത്തിന് ശേഷം പിന്നെ കുന്തവും കുടച്ചക്രവും പിടിച്ച് വീട്ടിൽ കുറേ നാൾ ഇരിക്കേണ്ടി വന്നില്ലേ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ സംഭവം. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ പറയാറുണ്ട്. സജി ചെറിയാന് പൊതുവെ അവിടെ പിണറായിയുടെ വലിയ അടുത്ത ആളായിട്ടും ഒക്കെ നിൽക്കുകയാണ്. പണ്ട് ഈ ചെങ്ങന്നൂർ മണ്ഡലം എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ആയിരുന്നു. പണ്ട് ശോഭന ജോർജൊക്കെ മത്സരിച്ച് വിജയിച്ച മണ്ഡലമാണ്. അപ്പോൾ സജി ചെറിയാൻ ഈ ആലപ്പുഴ ജില്ലയിലാണ്. പാർട്ടിയിൽ വലിയ വിഭാഗീയത നടക്കുന്ന ഒരിടം കൂടിയാണ്. അപ്പം സജി ചെറിയാൻ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. ജീവൻ വേണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ പിന്നെ നമുക്ക് നോക്കാൻ പറ്റുമോ? ജീവൻ വേണമെന്നുള്ളത് കൊണ്ട് അങ്ങോട്ടേക്ക് പോയി. അവർക്ക് പോലും വേണ്ട തരത്തിലുള്ള സംരക്ഷണം കിട്ടുന്നില്ല. പച്ചമരത്തിൻ്റെ ഗതി ഇതാണെങ്കിൽ പിന്നെ ഉണക്കമരത്തിൻ്റെ ഗതി എന്തായിരിക്കും എന്ന് പറയേണ്ടി വരുമെന്നുള്ളതാണ്. ഇപ്പോൾ ഏതായാലും വീണയെ ഒന്നുകൂടെ സാർ, ഈ പറഞ്ഞതുപോലെ കോട്ടയം മെൻസ് ഹോസ്റ്റലിൻ്റെ അവസ്ഥ പുൽച്ചെടിയാണ് അതിനകത്തൂടെ വളരുന്നത്. MBBS പഠിക്കുന്ന കുട്ടി ഡോക്ടർമാരാണ്. അവർക്ക് കൊടുക്കേണ്ടുന്ന ഒരു പരിപാലനം അല്ലെങ്കിൽ കെയറിംഗ് എന്ന് പറയുന്നത് നാളത്തെ തലമുറ, നാളത്തെ ഡോക്ടേഴ്സിനെ വാർത്തെടുക്കുകയാണ്. അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് ഇരുന്ന് പഠിക്കാനുള്ള സൗകര്യം, അറ്റ്ലീസ്റ്റ് വലിയ ആർഭാടമൊന്നും വേണമെന്ന് പറയുന്നില്ല. ഈ ക്ലിഫ് ഹൗസിലെ പശുത്തൊഴുത്ത് എത്രയോ ഭേദം, എത്രയോ ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച ഈ കാലിത്തൊഴുത്ത് എത്രയോ ഭേദമെന്ന് ഞാൻ പറയും. കാലിത്തൊഴുത്തിനേക്കാളും കഷ്ടമായിട്ടുള്ള അവസ്ഥകളിലാണ് മെൻസ് ഹോസ്റ്റലിലെ ആ കുട്ടികൾ കിടക്കുകയും പഠിക്കുകയും കണ്ടപ്പോൾ നമുക്ക് തന്നെ വളരെയധികം സങ്കടം തോന്നി. ബുക്കുകളൊക്കെ വെച്ചേക്കുന്നതും ജസ്റ്റ് കവറിട്ട് ഇത് മൂടിയിരിക്കുന്നതും ഈ ഇരുമ്പ് ജനലുകളൊക്കെ സാറ് കണ്ടില്ലേ, തുരുമ്പെടുത്ത അവസ്ഥയിലാണ്. അപ്പോൾ ഇത്തരത്തിൽ പഠിക്കാനുള്ള സൗകര്യം പോലും ഇല്ലാണ്ട് ആ കുട്ടികൾ, അതിലൊരു ബീഹാർ സ്വദേശി ഒരു ആൺകുട്ടി പറഞ്ഞതാണ്, ഞങ്ങളുടെ നാട്ടിൽ, ബീഹാറിനെയൊക്കെ എപ്പോഴും നമ്മളിട്ട് കുറ്റം പറയുന്നതാണ്, ഞങ്ങളുടെ നാട്ടിലെ സ്കൂളുകളിൽ അല്ലെങ്കിൽ ഹോസ്റ്റലിൽ ഇത് എത്രയോ മെച്ചപ്പെട്ട സൗകര്യങ്ങളാണ് ഞങ്ങൾക്ക് നൽകുന്നത്. ഞാൻ തിരഞ്ഞെടുത്തത് ഇവിടുത്തെ നല്ല പ്രഗത്ഭരായിട്ടുള്ള ഡോക്ടേഴ്സ്, നല്ല പഠനമുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ തിരഞ്ഞെടുത്തത്. അപ്പോൾ പക്ഷേ ബാക്കിയുള്ള ഫെസിലിറ്റീസ് എല്ലാം വളരെ മോശമാണ് എന്ന് ഒരു ബീഹാറി പയ്യൻ പറയുമ്പോൾ നമ്മൾ ലജ്ജിച്ചു പോവുകയല്ലേ ചെയ്യുന്നത്. ഇവർ എത്ര മൂടി വെച്ചാലും മറച്ചാലും 10 വർഷത്തെ ഇവരുടെ ഭരണം കുത്തഴിഞ്ഞ ഭരണമാണ്. ഒന്നും തന്നെ ഇവർ നേടിയിട്ടില്ല, ജനത്തിന് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്.
കോട്ടയം മെഡിക്കൽ കോളേജ് നമുക്കറിയാം കെട്ടിടം എത്രയോ മാസങ്ങൾക്ക് മുമ്പ് പണി കഴിപ്പിച്ച് തീർന്നതാണ്. വീണ ജോർജിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരുന്നപ്പോൾ ഒരു ജീവനാണ് പൊലിഞ്ഞത്. മാത്രമല്ല എത്ര ഹോസ്പിറ്റലിലെ അവസ്ഥ, ഷീറ്റിട്ട് ഈ പറഞ്ഞോണം നമ്മുടെ ക്ഷയരോഗം ചികിത്സിക്കുന്ന ഞാൻ ഒരെണ്ണം കണ്ടതാണ്. ഷീറ്റ് മീൻസ് പ്ലാസ്റ്റിക് ഷീറ്റ് ഉണ്ടല്ലോ, മറ്റേ ഷീറ്റല്ല, പ്ലാസ്റ്റിക് ഷീറ്റിട്ട ഒരു കൂരയുടെ കീഴിലാണ് ഡോക്ടേഴ്സ് ഉൾപ്പെടെ. അത് വേറൊന്നുമല്ല, ഇവർ പറയുന്ന യും തമിഴ്നാടും ഒന്നുമല്ല, നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥയാണ്. അപ്പം ഇവിടെ വേറൊന്നും വേണ്ട, നമ്മുടെ ഇവിടുത്തെ ജനറൽ ഹോസ്പിറ്റലിൻ്റെ അവസ്ഥ, ചില കെട്ടിടങ്ങളുടെ അവസ്ഥ. മെഡിക്കൽ കോളേജ് ഇനിയിപ്പോൾ അടുത്ത ട്രിവാൻഡ്രത്തെ മെഡിക്കൽ കോളേജ് വീഴുമല്ലോ, വീഴാറായി നിൽക്കുന്ന എത്ര കെട്ടിടങ്ങൾ അതിനകത്തുണ്ട്. അപ്പം ഇത്തരത്തിൽ കുത്തഴിഞ്ഞ ഒരു ആരോഗ്യ മേഖലയാണ്. അപ്പം സജി ചെറിയാൻ പറയാതെ പറഞ്ഞതാണ്, അദ്ദേഹം പറഞ്ഞത് കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ്, അദ്ദേഹം പറഞ്ഞു പോയതാണ്. ഇത് ഒരു സജി ചെറിയാനല്ല, CPM-ലെ എല്ലാ നേതാക്കന്മാരുടെയും ഉള്ളിലുള്ള കാര്യമാണ്. ഇന്നലെ ഞാൻ കണ്ടു മഹിളാ അസോസിയേഷൻ, ഇവരുടെ മഹിളാ പ്രവർത്തക AIDA അല്ലേ, എയ്ഡ്ബ, അവരുടെ അസോസിയേഷനിൽ മഹിളാ പ്രവർത്തക പ്രായം ചെന്ന ഒരു സ്ത്രീയാണ്, വാദോരാതെ വീണ ജോർജിന് അങ്ങ് പിന്തുണ നൽകുന്നത് കണ്ടു. എനിക്കങ്ങ് ചിരിയാണ് വന്നത്. നല്ല വാക്ചാതുര്യമുള്ള പ്രായം ചെന്ന ഒരു സ്ത്രീ, പക്ഷെ അത് അവർ നല്ലതിന് ഉപയോഗിച്ചിരുന്ന വേണ്ടിയല്ലായിരുന്നു. വീണ ജോർജിന് പിന്തുണ നൽകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ സ്ത്രീജനങ്ങളോടൊന്ന് ചോദിച്ചോട്ടെ, ഇവരൊക്കെ ഹോസ്പിറ്റലിൽ എവിടെയാണ് പോകുന്നത്? സാധാരണക്കാരാണ് ഇന്നലെ ഇറങ്ങിയത്. അപ്പോൾ ഇവരൊക്കെ ഈ ജനറൽ ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജിൽ പോയിട്ടും ഇവർക്ക് പണി കിട്ടിയിട്ട് ഇവർ 1000 രൂപയ്ക്ക് 500 രൂപയ്ക്കൊക്കെ വേണ്ടി ഡെയിലി ഈ CPM-ന് വേണ്ടിയിട്ട് ഇങ്ങനെ സിന്ദാബാദ് വിളിക്കാൻ പോകുന്ന ലജ്ജയില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ചില മാധ്യമ പ്രവർത്തകർ, ഞാൻ തുറന്നു പറയുന്നത് കുഴപ്പമില്ലല്ലോ സാർ. റിപ്പോർട്ടർ ടി വിക്ക് ഞാൻ കഴിഞ്ഞ മാസം വരെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ഒരിക്കൽ 24-നേക്കാളും എനിക്കിഷ്ടം റിപ്പോർട്ടർ. ആദ്യമൊന്നും ഇഷ്ടമല്ലായിരുന്നു, പിന്നീട് എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷേ അങ്ങ് വെള്ളപൂശുന്ന കാണുമ്പം ഇല്ല TV കൂടെ അടിച്ച് പൊട്ടിക്കാൻ തോന്നും ചില സമയത്ത്. അത്രയ്ക്കാണ്. നമ്മൾ ഏത് പാർട്ടി രാഷ്ട്രീയം വെച്ചല്ല, പക്ഷേ തെറ്റെന്ന് ചൂണ്ടിക്കാണിക്കാൻ എല്ലാവർക്കും കഴിയണം. അത് രാഷ്ട്രീയം മാറ്റി വെക്കുക, പാർട്ടി മാറ്റി. ഞാൻ സജി ചെറിയാനൊരു ഹാറ്റ്സപ്പ് കൊടുക്കുക, കാരണം അദ്ദേഹം ഇത്ര ഇങ്ങനെയെങ്കിലും പറഞ്ഞ് ഒരു കുത്ത് കൊടുത്തല്ലോ അല്ലേ. അത് ഈ ഡോക്ടർ ഹാഫിസിൻ്റെ ഈ ഫേസ്ബുക്ക് കുറിപ്പ്, ഡോക്ടർ ഹാരിസിൻ്റെ, അത് യഥാർത്ഥത്തിൽ നല്ല സമയത്ത് തന്നെയാണ്. അതാണിത് അതിന് തിരികൊളുത്തി. അല്ലെങ്കിൽ മറ്റേത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണത് ഇത്രയൊന്നും മാധ്യമ ശ്രദ്ധ വരത്തില്ലായിരുന്നു. അപ്പോൾ ഈ ഡോക്ടർ ഹാരിസിനോട് നമ്മളെല്ലാവരും കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിനോട് 1000 നന്ദി പറഞ്ഞാലും തീരില്ല. സാർ, ഈ ബിന്ദുവിൻ്റെ ഇപ്പം മരണപ്പെട്ട ബിന്ദു ഉണ്ടല്ലോ, ബിന്ദുവിൻ്റെ വീട്ടുകാരിപ്പം ഭയങ്കരമായിട്ട് വീണ ജോർജിനെയൊക്കെ അങ്ങ് ഭർത്താവൊക്കെ അങ്ങ് എടുത്ത് താങ്ങുന്നുണ്ട്. ഇതേ ബിന്ദുവിൻ്റെ വീട്ടുകാരോട് പറയാൻ എനിക്കൊന്നേ ഉള്ളൂ, ഇത് ഒരു പക്ഷേ ഡോക്ടർ ഹാരിസിൻ്റെ പ്രശ്നം ഇങ്ങനെ വലിയ രീതിയിൽ നിന്ന സന്ദർഭത്തിലാണ് ഇങ്ങനെ ഇടിഞ്ഞു വീണത്. ഒരു പക്ഷേ അവരന്ന് കൊടുത്ത ബൈറ്റ് പോലെ ഇവിടെ ആരും ഇല്ലായിരുന്നു, പൂട്ടിക്കെട്ടിയിരുന്ന കെട്ടിടമാണ്, ഇനി ആരെങ്കിലും അങ്ങോട്ട് പോയി എങ്ങാനും മരണപ്പെട്ട ഇവർക്കത് പ്രശ്നമില്ലായിരുന്നു. അതങ്ങനെ തേഞ്ഞു മാഞ്ഞു പോകേണ്ട കേസിലാണ് ഇപ്പം മകൾക്ക് ഇത് ആ ചാണ്ടിയുമ്മാൻ വന്ന് ഇടപെട്ടത് കൊണ്ട് ഇത്രയെങ്കിലുമൊക്കെ കിട്ടിയത്. അല്ലെങ്കിൽ ഈ പറയുന്ന അവരുടെ അവസ്ഥ എന്താകുമായിരുന്നു ആരും അറിയത്തില്ല. ഇവരെന്തെങ്കിലും ചെയ്യുമായിരുന്നു? ഒന്നും ചെയ്യത്തുമില്ല. ഇവരെന്ത് ചെയ്യും? ചിലപ്പോൾ എന്തെങ്കിലും 10,000 50,000 1 ലക്ഷം കൊടുത്ത് ഇവർ കൈമടക്കി ആ കുടുംബത്തെ തിരിച്ചയച്ചേനെ. പക്ഷേ ഇത്രയും പ്രതിഷേധങ്ങളും മാധ്യമങ്ങളും ഏറ്റെടുത്തത് കൊണ്ടാണ് ഇന്ന് ആ കുടുംബത്തിന് ആ കുട്ടിക്ക് ഒരു ജോലി വേണമെന്നും അവരുടെ വീട് മെയിൻ്റെനൻസ് നൽകണമെന്നും കുട്ടിയുടെ ആരോഗ്യ പരിപാലനം നടത്തണമെന്നും മാത്രമല്ല ഇവർക്ക് ഇത്ര രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റ് കുട്ടികൾക്ക് കൊടുക്കണമെന്നൊക്കെയുള്ള രീതി വന്നത്. ചാണ്ടി ഉമ്മനാണ് ഇപ്പം ഉമ്മൻചാണ്ടി ഫെഡറേഷന് 5 ലക്ഷം വാഗ്ദാനം ചെയ്തു, വീട് മെയിൻ്റെനൻസും വാഗ്ദാനം ചെയ്തു. പക്ഷേ അതിനിടയ്ക്ക് വന്ന് വീണ ജോർജ് വീട് മെയിൻ്റെനൻസ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പം അവർ ഇപ്പോൾ CPM-നെ അനുകൂലിക്കുവാണോ എന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൂടാ. വീണ ജോർജ് ദൈവതുല്യമാണെന്നൊക്കെയാണ് ഇപ്പം ബിന്ദുവിൻ്റെ അമ്മ പറയുന്നത്. പക്ഷെ മകൾക്ക് തുല്യം പണമാവില്ല, ജോലിയുമാവില്ല എന്നുള്ളത് അവർ മറന്നു പോകുന്നു. നാളെ ഇത്തരത്തിൽ ആർക്കും ഉണ്ടാവാതിരിക്കാൻ അവർ ശ്രദ്ധിക്കാൻ കൃത്യമായിട്ട് കേസുമായിട്ട് മുമ്പോട്ട് പോവേണ്ടുന്നതാണ്. അത് ഈ ചിലവരൊക്കെ ചില കാര്യങ്ങൾ കാണുമ്പോൾ അങ്ങ് മാറിപ്പോകുന്നു. അതാണ് ഒരുപക്ഷെ നമ്മുടെ മലയാളികളുടെ ഏറ്റവും അധികം പ്രശ്നമായിട്ടും വരുന്നത്. ഈ ആരുടെ കാലത്തും നന്നാകാതെ കിടക്കുന്ന ഒന്നാണ് ഈ പൊതുജനാരോഗ്യം എന്ന് പറയുന്നത്, മെഡിക്കൽ വകുപ്പ്. പണ്ട് ലോനപ്പൻ നമ്പാടൻ പറയുമായിരുന്നു, മെഡിക്കൽ വകുപ്പല്ല മേഡിക്കൽ വകുപ്പാണ് അവിടെ നടക്കുന്നത് എന്നാണ്. അത് തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം വീണയല്ല അവിടെ ഭരിക്കുന്നത്, വീണയ്ക്ക് മുകളിൽ വേറൊരാളുണ്ട്.